A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, Kakkadampoil, Valamthood, Malappuram. Rockwell Mountain Retreat, Kakkadampoil, Nayadampoil. Sri Vivekananda Padana Kendram, Palemad, Edakara. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏഡൻ ഗാർഡൻ. തെരുവുനായുടെ കടിയേറ്റ 5.5 വയസ്സുകാരിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ. കുട്ടിയെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം പെരുവള്ളൂർ കാക്കത്തടം സ്വദേശിയുടെ 5.5 വയസ്സുകാരിയായ മകൾക്കാണ് തെരുവുനായ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത്. മാർച്ച് 29-നാണ് തെരുവുനായ കുട്ടിയെ ആക്രമിച്ചത്. കുട്ടി മിഠായി വാങ്ങാൻ പുറത്തു പോയപ്പോഴാണ് ആക്രമണത്തിന് ഇരയായത്. ഇതിനെ തുടർന്ന് കുട്ടിക്ക് തലയ്ക്കും കാലിനും ഗുരുതര പരിക്കേറ്റിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് IDRB വാക്സിൻ കുട്ടിക്ക് നൽകിയിരുന്നു. എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അന്ന് തന്നെ 6ഓളം പേർക്ക് കടിയേറ്റതായി നാട്ടുകാർ പറഞ്ഞു. പഞ്ചായത്തിൽ കഴിഞ്ഞ മാർച്ച് 29-ന് ഒരു തെരുവുനായ 6 പേരെയാണ് കടിക്കപ്പെട്ടത്. അതിനുള്ള ചികിത്സയും സംബന്ധിച്ചും ആരോഗ്യവകുപ്പ് ശക്തമായി ഇടപെട്ട് അവർക്ക് വേണ്ട ചികിത്സകളൊക്കെ നൽകുകയുണ്ടായെങ്കിലും ഇതിൽപ്പെട്ട ഒരു കുട്ടി, ഒരു പെൺകുട്ടി, 5.5 വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പം സംഭവിച്ചിട്ടുള്ളത്. കുടുംബവും നാട്ടുകാരും നമ്മുടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ്. കുട്ടിയുടെ തലക്കായിരുന്നു അന്ന് പരിക്കേറ്റിരുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് രക്തം പരിശോധിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് പോസിറ്റീവായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർമാരൊക്കെ ഇപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത് അത് ഗുരുതരമാണ്, പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല എന്നുള്ള രീതിയിലാണ് സംസാരം. അത് അറിഞ്ഞതോടുകൂടി ഇവിടെയുള്ള എല്ലാവരും, നാട്ടുകാർ മുഴുവൻ ആശങ്കയിലാണ്. കാരണം 6 പേർ കടി കിട്ടി അവരുടെ ഈ കുട്ടിയൊക്കെ പലരുമായി ഇടപെട്ട കുട്ടികൾക്കാണ്. അപ്പോൾ അതിലൊരു പ്രയാസമുണ്ട്. ഇവിടെയാണെങ്കിലും നമുക്ക് കുറേ ഈ തെരുവുനായയുടെ ശല്യം ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ നിയമം നമുക്ക് അനുവദിക്കുന്നില്ല. ആകെ ചെയ്യാൻ പറയുന്നത് അവരുടെ കുടുംബാസൂത്രണവും അവരുടെ അതേപോലെ ABC പ്രോഗ്രാമിലൂടെ ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവർക്ക് സഹായിക്കാനുള്ള സഹായധനം ഒക്കെ നമുക്ക് ചെയ്യാനുള്ള സർവ്വ സ്വാതന്ത്ര്യം പഞ്ചായത്തുകൾക്ക് നൽകണം എന്നുള്ളതും മാത്രമല്ല ഈ മരുന്ന് പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതും ഈ അക്രമകാരികളായ പട്ടികളെ ഉന്മൂലനം ചെയ്യാനുള്ള ഇതിൻ്റെ നിയമം അനുശാസിക്കണം എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ നമുക്ക്. കുട്ടി വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലാണ്. കുട്ടിയുടെ സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഫാമിലി. മാത്രമല്ല എന്താണ് നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിൽ അവരുടെ ഫാമിലി ഒക്കെ തകർന്നിരിക്കുകയാണ്. ഇനി ഒരു കുട്ടിക്ക് ഇത് ആവർത്തിക്കപ്പെടരുത് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാരണം തെരുവുനായകളുടെ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇത് എന്ത് നിയമങ്ങൾ മാറ്റിമറിച്ചിട്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരുടെയൊക്കെ ആവശ്യം. ഇല്ലെങ്കിൽ നാട്ടുകാരും പ്രതിഷേധത്തിലും പ്രതിസന്ധിയിലേക്കൊക്കെ പോവുകയാണ് എന്നുള്ളതാണ് ഇതിന് പ്രയാസമുള്ളത്. ഏതായാലും കുട്ടി മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആ ഒരു പ്രയാസമുണ്ട് ഇക്കാര്യത്തിൽ. A+ വിഷൻ മലപ്പുറം. Super Absorbent Poppy's Diapers.